നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 16-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഗ്രഹിക്കരുത്, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുകയും അരുത്. ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച്, ഈ ദേശത്ത് അവരെ പ്രസവിക്കുന്ന അമ്മമാരെ കുറിച്ചും അവരെ ജനിപ്പിക്കുന്ന അപ്പന്മാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. ആരും അവരെ കുടിച്ചെടുക്കുകയോ വിലാപം കഴിക്കുകയോ ചെയ്യുകയില്ല. അവർ നിലത്തിന് വളമായി തീരും. വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞുപോകും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത്, വിലപിപ്പാൻ പോകരുത്, അവരോട് സഹതാപം കാണിക്കുകയും അരുത്. ഞാൻ എൻ്റെ സമാധാനവും ദയയും കരുണയും ഈ ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞുവെന്ന് യഹോവയുടെ അരുളപ്പാട്. വലിയവനും ചെറിയവനും ഈ ദേശത്ത് മരിക്കും. ആരും അവരെ കുഴിച്ചിടുകയില്ല, അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയില്ല, അവരുടെ നിമിത്തം മുറിവേൽപ്പിക്കുകയില്ല, മുൻകഷണ്ടി ഉണ്ടാക്കുകയുമില്ല. മരിച്ചവനെക്കുറിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ആരും വിലാപത്തെങ്കിൽ അവർക്ക് അപ്പം നുറുക്കി കൊടുക്കുകയോ അപ്പനെ ചൊല്ലിയോ അമ്മയെ ചൊല്ലിയോ ആരും അവർക്ക് ആശ്വാസത്തിൻ്റെ പാനപാത്രം കുടിപ്പാൻ കൊടുക്കുകയോ ഇല്ല. അവരോടുകൂടെ ഇരുന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ വിരുന്ന് വീട്ടിലേക്ക് പോകരുത്. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ നാളുകളിൽ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരവും ഈ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയും. നീ ഈ വചനങ്ങളെയൊക്കെയും ഈ ജനത്തോട് അറിയിക്കുമ്പോഴും യഹോവ ഞങ്ങൾക്ക് വിരോധമായി ഈ വലിയ അനർത്ഥമൊക്കെയും കൽപ്പിച്ചത് എന്ത്? ഞങ്ങളുടെ അകൃത്യം എന്ത്? ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾ ചെയ്ത പാപം എന്ത് എന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോഴും നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ച് അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിച്ച് നമസ്കരിക്കുകയും എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട് തന്നെ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തനും എൻ്റെ വാക്ക് കേൾക്കാതെ താന്താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് നടക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തു നിന്നും നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരും അറിയാത്ത ഒരു ദേശത്തേക്ക് നീക്കിക്കളയും. അവിടെ നിങ്ങൾ രാവും പകലും അന്യദേവന്മാരെ സേവിക്കും. അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കുകയില്ല. ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം യിരെമ്യാവിനുള്ള നിർദ്ദേശങ്ങളാണ്. യിരെമ്യാവ് വിവാഹം കഴിക്കരുത്, മക്കൾ ഉണ്ടാകരുത്. കാരണം മാതാപിതാക്കളും മക്കളും കൊടിയ വ്യാധികളാൽ മരിക്കാൻ പോകുന്നു. അവരെ ആരും അടക്കാനില്ലാതെ അവരുടെ ശവങ്ങൾ കാട്ടിലെ മൃഗങ്ങളും ആകാശത്തിലെ പക്ഷികളും തിന്നാനും അവർ നിലത്തിന് വളമായി തീരാനും പോകുന്നു. പിന്നീട് യിരെമ്യാവോട് പറയുന്നത്, നീ വിലാപഭവനത്തിലോ വിരുന്ന വീട്ടിലോ പോകരുതെന്നാണ്. അവരുടെ ദുഃഖത്തിൽ അവരോടൊപ്പം നീ ദുഃഖിക്കുകയോ അവരുടെ സന്തോഷത്തിൽ അവരോടൊപ്പം സന്തോഷിക്കുകയോ ചെയ്യരുത്. കാരണം ഞാൻ അവരെ ഉപേക്ഷിച്ചിരിക്കുന്നു. 10 വാക്യങ്ങൾ നാം കണ്ടത് ഇസ്രായേല്യർ യിരെമ്യാവിനോട് ഈ നിലയിൽ ദൈവം ഉപേക്ഷിച്ചത് എന്തെന്ന് ചോദിക്കുമ്പോൾ പറയേണ്ട ഉത്തരങ്ങളാണ്. അവരുടെ പിതാക്കന്മാരുടെ കാലം മുതൽ വിഗ്രഹങ്ങളോട് ചേരാൻ തുടങ്ങി ഈ തലമുറ അതിലധികം വിഗ്രഹാരാധനക്കാരായിരിക്കുന്നു. അതുകൊണ്ട് പിതാക്കന്മാർ അറിയാത്ത രാജ്യത്തേക്ക് നിങ്ങളെ പ്രവാസികളാകും. അവിടെ രാപകൽ നിങ്ങൾക്ക് അന്യദേവന്മാരെ സേവിക്കാം. എന്നാൽ ആ ദേശക്കാർ നിങ്ങളെ പീഡിപ്പിക്കും. നിങ്ങളുടെ നിലവിളി കേട്ട് മിസ്രൈമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചതുപോലെ വടക്കേ ദേശത്തു നിന്ന് ഇപ്പോൾ വിടുവിക്കുകയില്ല, എന്നാൽ പിന്നീട് വിടുവിക്കും. ഇനി മിസ്രൈമിൽ നിന്ന് വിടുവിച്ച യഹോവ എന്നല്ലാതെ വടക്കേ ദേശത്ത് വിടുവിച്ച യഹോവ എന്ന് എനിക്ക് പേരാവും. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ ബാബിലോണിയ സൈന്യത്തെ കണ്ട് മലകളിലേക്കും പാറപ്പിളർപ്പുകളിലേക്കും ഓടുമെങ്കിലും
മീൻപിടിക്കാരും നായാട്ടുകാരും അരിച്ചു പിറക്കി തേടി പിടിക്കുന്നത് പോലെ അവർ പിടിക്കപ്പെടും. അവരുടെ പാപം ദൈവദൃഷ്ടിയിലിരിക്കുന്നത് പോലെ അവരുടെ മറവിടങ്ങളും ദൈവസൃഷ്ടിയിലാണ്. ദൈവമാണ് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ബാബേൽ നിന്ന് വരുന്നവർ യഹോവയുടെ മഹത്വമല്ല, ഇസ്രായേല്യർ ദേശത്ത് മ്ലേച്ഛ വിഗ്രഹങ്ങൾ നിറച്ചത് കാണാൻ ഇടയാകും. പ്രിയപ്പെട്ടവരെ, ദൈവം ഇസ്രായേലിനെ ഉപേക്ഷിച്ചത് അവരുടെ പിതാക്കന്മാരുടെ വിഗ്രഹാരാധന നിമിത്തമായിരുന്നു. പക്ഷേ അവരും അത് തന്നെ തുടരുകയാണ്. അന്ന് ദൈവവചനം കേൾക്കാൻ സാധ്യതകളുണ്ട്. പ്രവാചകന്മാർ തലങ്ങും വിലങ്ങും നടന്ന് പ്രവചിക്കുന്നുണ്ട്. വിഗ്രഹാരാധന 10 കൽപ്പനയിൽ 1-ാമത്തെ പാപമാണ്. അതൊക്കെ ദൈവദാസന്മാർ പറയുന്നുണ്ടെങ്കിലും അവരനുസരിക്കുന്നില്ല. ദൃഷ്ടാന്തത്തിനായിട്ട് അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയുടെ ദൃഷ്ടാന്തത്തിനായിട്ട് ക്ഷാമവും വരൾച്ചയും ഒക്കെ ഉണ്ടായിരിക്കുന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഒരു മാറ്റവും ഇസ്രായേലിന് ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് നമുക്ക് വിഗ്രഹങ്ങളില്ല എന്ന് ഉള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത്. പക്ഷേ ദൈവത്തിന് പകരം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ വേറെ എന്തിനെ സ്നേഹിച്ചാലും അത് വിഗ്രഹമാണ്. ജോലിയായാലും വീടിനെ ആയാലും വണ്ടിയെ ആയാലും ആരോഗ്യത്തെ ആയാലും സൗന്ദര്യത്തെ ആയാലും മക്കളെ ആയാലും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം വേറെ എന്തിനെ സ്നേഹിച്ചാൽ. ഇക്കാലത്തെ ദൈവജനം കൂടുതലും ദ്രവ്യാഗ്രഹികളാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാൻ മനുഷ്യർ ദ്രവ്യാഗ്രഹികളും മുമ്പ് പറയുന്ന ഒരു ദൂഷകന്മാരും ആയിത്തീരുമെന്നാണ്. അപ്പോൾ ദ്രവ്യമാണ് അവരുടെ ദൈവം, മാമോൻ എന്നാണ്. കർത്താവ് ചോദിച്ചു, ദൈവത്തെ മാമോനെ നിങ്ങൾക്ക് ഒരുമിച്ച് സേവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ദൈവമാണ് നമ്മുടെ തുണ, ദൈവമാണ് നമ്മുടെ സഹായി, പണമല്ല. അതുകൊണ്ട് പണം എന്നെ സഹായിക്കും എന്നുള്ള നിലയിൽ പണത്തിനായി രാപകൽ അധ്വാനിക്കുന്ന ആളുകൾ ഓർക്കണം, ദൈവത്തെ മറന്നിട്ട്, ദൈവാരാധനയെ മറന്നിട്ട്, ദൈവശുശ്രൂഷയെ മറന്നിട്ട് ഒരിക്കലും പണത്തിനു വേണ്ടി പോകുവാൻ ഇടയാകരുത്. അത് വിഗ്രഹാരാധനയായി ദൈവം കണക്കാക്കും, അതിൻ്റെ ശിക്ഷ ഉണ്ടാകും എന്നുള്ളത് ഓർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.